ശ്രീരാമകൃഷ്ണനിലേക്ക് പോട്ടെ. ശ്രീരാമകൃഷ്ണൻ ടി ബി, ഇപ്പോൾ ആദായ നികുതി ഇളവ് എന്നുള്ളത് മധ്യവർഗം കാത്തിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു വിചാരിച്ച പോലത്തെ ഇളവും ഉണ്ടായിട്ടില്ല. ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നികുതി ഇളവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ ബഡ്ജറ്റുകളും വരുന്ന സമയങ്ങൾ ധാരാളം ആഗ്രഹങ്ങളൊക്കെ വെച്ച് പുലർത്താറുണ്ട്. കോമൺ മാൻ എന്താണ് കിട്ടാൻ പോകുന്നത്, പ്രത്യേകിച്ച് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇപ്രാവശ്യം അത്തരത്തിലുള്ള ധാരാളം എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ആദായ നികുതി കൊടുക്കുന്ന ഒരു നികുതിദായകന് 17,500 രൂപയുടെ ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ളൊരു ട്വീക്കിംഗ് നടത്തിയിട്ടുണ്ട് പുതിയ റെഗീമിൽ. അതായത് പഴയ സ്ലാബിലല്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അതിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ടാക്സേഷൻ രീതിയിലുള്ള നികുതിദായകർക്ക് 17,500 രൂപ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെറിയ ട്വീക്കിംഗ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടൈം ഗെയിൻ ടാക്സ്, ഈ ടാക്സേഷൻ ഫ്രണ്ടിൽ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ട്വീക്ക് ചെയ്തുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നതൊക്കെ. പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 15% നിന്ന് അത് 20% ഉയർത്താനുണ്ടായത്. അതുപോലെ തന്നെ ഏറ്റവും മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലാണ്. അവിടെ ട്വീക്കിങ്ങും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേഷണൈസേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൗസിംഗ് സെക്ടർ, റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെയാണ്. കാരണം ഇതുവരെ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ 12% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുമ്പോൾ 2001 മുതൽ ആണ് നമ്മുടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ആ 2001 ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഇൻഡെക്സ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ നടത്താറ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു അറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 2000 മുമ്പ് വാങ്ങിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റിന് അത് ബാധകമല്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ബാധകമാണ്, അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങി അതൊരു ക്യാപിറ്റൽ ഗെയിനിൽ വിൽക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നഷ്ടമാണ് വരുത്താൻ പോകുന്നത് നമ്മൾ പഴയ റെഗീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അത്തരത്തിലുള്ളതാണ് ചെറിയ ഒരു ഇൻക്രീസ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്ത് അതിനൊരു ജസ്റ്റിഫിക്കേഷനൊക്കെ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് ടൈം ഫണ്ടുകളൊക്കെ ഫ്ലോ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. RBI തന്നെ ഒരു കൺസേൺ പറഞ്ഞിരുന്നു, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ കൺസേൺ വെച്ചിട്ട് തന്നെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ലോങ് ടൈം ക്യാപിറ്റലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഈ അനൗൺസ്മെൻറ്റ് ചെറിയൊരു നെഗറ്റീവാണ്. ഇനി നമ്മൾ മറ്റു സെക്ടറുകളിലേക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് നമ്മളെ എത്രത്തോളം ഷോർട്ട് ഫാളുകളും അല്ലെങ്കിൽ നമ്മൾക്ക് അലഗേഷനൊക്കെ പറയാമെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായാലും ഇന്നത്തെ ബഡ്ജറ്റായാലും നാം കാണുന്നത്. കാരണം ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.9% ഓഫ് GDP ആണ്. ഈ ഇളവുകളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ഒക്കെ മറ്റ് സ്റ്റേറ്റുകൾക്ക് വെച്ചുകൊണ്ടും ഈ ബഡ്ജറ്റിലുള്ളത്. തീർച്ചയായിട്ടും അതൊരു എന്താ പറയേണ്ടത്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ധാരാളം ഷോർട്ട് ഫാളുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഡിമാൻഡുകൾ മീറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും കാണാവുന്ന തന്നെയാണ് ഒരു കോയലേഷൻ പ്രഷർ ഈ ബഡ്ജറ്റിലും വന്നിട്ടുണ്ട്. അത് നമ്മൾ മറ്റ് കോയലേഷൻ ഗവൺമെൻറ്റുകൾ ഉള്ളപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസം തന്നെയാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.